ഹായ്, ദിസ് ഇസ് DTH. ഒരു സാധാരണ സിനിമാ പ്രേമിയുടെ ഫിലിം റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം. ആവേശത്തിന് ശേഷം അൻവർ റഷീദ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രാവീൺകൂട് ഷാപ്പ്, ശ്രീരാജ് ശ്രീനിവാസന്റെ ഡയറക്ടോറിയൽ ഡെബ്യൂ. സൗബിൻ, ബേസിൽ, ചെമ്പൻ വിനോദ്, ചാന്ദിനി ശ്രീധരൻ എന്നിവർ മുഖ്യവേഷത്തിൽ അഭിനയിക്കുന്നു. ഇതിലെ നല്ല കാര്യങ്ങൾ ആദ്യമേ പറഞ്ഞു തുടങ്ങാൻ ശ്രമിക്കാം. വിഷ്ണു വിജയുടെ മ്യൂസിക് നല്ലതാണ്. റോണക് സേവറിന്റെ മേക്കപ്പ് ഉഗ്രനാണ്, പ്രത്യേകിച്ച് സൗബിൻ്റെ. ഏകദേശം അവിടെ തീരുന്നു ഇതിൻ്റെ നല്ല കാര്യങ്ങൾ. ഷൈജു ഖാലിദിന്റെ സിനിമാറ്റോഗ്രഫി വളരെ നല്ലതാണ്. ചില സമയത്ത് ഓവർ ദ ടോപ്പായിട്ട് തോന്നുമെങ്കിലും നല്ലതാണ്. അത് തന്നെയാണ് ഇതിൻ്റെ പ്രശ്നവും. ഈ പടത്തിൻ്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ വല്ലാത്തൊരു ഓവർ ഡൂയിങ് ഉണ്ട്, ഒരു ഓവർ കുക്കിംഗ്, ഒരു ഓവർ കുക്ക്ഡ് ആയിട്ടുള്ള ഒരു ഫുഡ് പോലെ, ഓവർ കുക്ക്ഡ് ആയിട്ടുള്ള ഒരു ഫിലിം പോലെ തോന്നി എനിക്ക്. ഇതൊരു മോശം പടമാണോ എന്ന് ചോദിച്ചാൽ ഇതിന് ടെക്നിക്കൽ സൈഡൊക്കെ നല്ലതാണ്, മൊത്തത്തിൽ നല്ലതാണ്. പക്ഷേ ഷഫീഖ് മുഹമ്മദിൻ്റെ എഡിറ്റിംഗ് വല്ലാതെ ഓവർ ദ ടോപ്പായിട്ട് തോന്നി. അതായത് പുള്ളിക്ക് പണി അറിയാഞ്ഞിട്ടല്ല, പുള്ളിക്ക് പണി വളരെ നല്ലപോലെ അറിയാം. പക്ഷേ ഒരുപാട് ഗിമിക്സ് കാണിക്കുന്ന എനിക്ക് തോന്നി. ഈ പടത്തിന് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ഗെമിക്സ് കാണിക്കുന്നതായിട്ട് തോന്നി. ഈ കട്ട് എന്നുള്ള സംഭവങ്ങളും അങ്ങനെ വല്ലാതെ ഇതിന് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി വല്ലപ്പോഴും അത് ചെയ്തതിന് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഈ ഏകദേശം പടത്തിൽ ഉടനീളം എഡിറ്റിംഗ് ഗിമിക്സ് കാണിക്കുമ്പോൾ അത് വളരെ വളരെ കൂടിപ്പോയതായിട്ട് തോന്നി. ഏറ്റവും വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് ഇതൊന്നുമല്ല, ബേസിലിൻ്റെ ക്യാരക്ടറാണ്. ബേസിലിൻ്റെ അഭിനയം മോശമല്ല, പക്ഷേ ബേസിലിൻ്റെ ക്യാരക്ടർ വല്ലാത്തൊരു ക്യാരക്ടറായിട്ട് തോന്നി. വളരെ വളരെ ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉള്ള സിനിമയാണിത്, പ്രത്യേകിച്ച് ബേസിലിൻ്റെ. ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറോ ഡ്രാമയോ എന്നൊക്കെ നിങ്ങൾക്ക് വിശേഷിപ്പിക്കാം, അല്ലെങ്കിൽ ഡാർക്ക് ഹ്യൂമർ എന്നോ അങ്ങനെ വിശേഷിപ്പിക്കാം. പക്ഷേ എല്ലാത്തിനെയും നടുക്ക് ആയ പോലെ തോന്നി. ദ മിഡിൽ ഓഫ് നോവെയർ എന്ന രീതിയിലുള്ളൊരു ഫീലിംഗ് ആണ് എനിക്ക് ഈ പടം കണ്ടപ്പോൾ തോന്നിയത്. എന്താണ് ഈ പടം എന്ന് അവർക്ക് തന്നെ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത പോലെ തോന്നി. ഇതൊരു ഡാർക്ക് ഹ്യൂമർ ആണോ ചോദിച്ചാൽ അവിടെ എത്തിയില്ല. എന്നാൽ ഒരു ഉഗ്രൻ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആണോ ചോദിച്ചാൽ അവിടെ എത്തിയില്ല എന്നൊരു ഫീലിംഗാണ് എനിക്ക് കിട്ടിയത് ഈ പടം കണ്ടപ്പോൾ. ഈ വർഷം ഒരുപാട് ത്രില്ലേഴ്സ് ഓൾറെഡി ഇറങ്ങി. ഐഡൻറ്റിറ്റി, രേഖാചിത്രം, അത് കൂടാതെയാണ് പ്രാവീൺകൂട് ഷാപ്പ് ഇറങ്ങിയിരിക്കുന്നത്. പടം തുടങ്ങിയപ്പോൾ ഇതിനൊരു 12 ആംഗ്രി മെൻ ആട്ടത്തിൻ്റെയൊരു ഷെയ്ഡ്സ് തോന്നി. പക്ഷേ പിന്നീട് സിനിമയിൽ ഒരു കൺട്രോൾ ഇല്ലാത്ത കണക്ക് കഥ പോകുന്ന കണക്ക് തോന്നി, തിരക്കഥ പോകുന്ന കണക്ക് തോന്നി. നേരത്തെ പറഞ്ഞ കണക്കൊരു ഓവർ ഡൂയിങ് ഉണ്ട്, ഒരു ക്ലാരിറ്റി ഇല്ലായ്മയുണ്ട്. സൗബിൻ്റെ അഭിനയം വളരെ ബോറായിട്ട് തോന്നി എനിക്ക്. സൗബിൻ എനിക്ക് വളരെ ഇഷ്ടമുള്ള നടനായിരുന്നു നേരത്തെയൊക്കെ. പക്ഷേ ഇപ്പം ഈയിടെയായിട്ട്, പ്രത്യേകിച്ച് ഈ പടത്തിൽ വല്ലാത്തൊരു അഭിനയമായിട്ട് തോന്നി. അങ്ങനെ ഒരുപാട് പ്രതീക്ഷകളോട്ടാണ് ഞാൻ പടം കാണാൻ പോയത്. കാരണം ഓബ്വിയസ്ലി അൻവർ റഷീദ് പ്രൊഡക്ഷൻ ആകുമ്പോൾ ഹൈപ്പ് ഉണ്ടാവും, പ്രതീക്ഷകളുണ്ടാവും. ഇനി അവർ ഒരു മാർക്കറ്റിംഗ് ചെയ്തില്ലെങ്കിൽ പോലും ഹൈപ്പ് ഉണ്ടാക്കുന്ന പേരുകളാണ് ഓൺ സ്ക്രീനും ഓഫ് സ്ക്രീനും. അങ്ങനെ പ്രത്യേകിച്ച് ഒരു രസിപ്പിക്കാത്ത ഒരു അനുഭവമായിരുന്നു എനിക്ക് ഈ പടം. വല്ലാത്തൊരു അസ്വാഭാവികതയുള്ള കഥയായിട്ടും തോന്നി. ഡയലോഗ്സ് വളരെ ചീപ്പായിട്ടും തോന്നി. പലപ്പോഴും ഒരു നിലവാരമില്ലാത്ത തമാശകൾ ഉണ്ടാക്കാൻ നോക്കുന്നു. ഈ ജട്ടി, തൂറൽ, ട്രൗസർ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഉള്ള വളരെ മ്ലേച്ഛമായ ഒരു തരത്തിൽ നമുക്ക് ചിരി വരാത്ത കണക്കുള്ള തമാശകൾ, ഭയങ്കര ഫോഴ്സ്ഡ് ആയിട്ടുള്ള ഹ്യൂമർ ഇടിച്ചേറ്റുന്ന കണക്കാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അതുപോലെ തന്നെ വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ട്വിസ്റ്റ്, അല്ലെങ്കിൽ കൺവീനിയൻ്റ് ആയിട്ടുള്ള കഥ പറച്ചിൽ പോലെയും തോന്നി. പിന്നെ അനാവശ്യമായ കോംപ്ലിക്കേഷൻസ്, അതായത് ഈ ഫ്ലാഷ് ബാക്സ്, അങ്ങോട്ടുകൊണ്ടും കഥ കട്ടാവുന്നത്, അനാവശ്യമായ കൺവല്യൂഷൻ, അനാവശ്യമായ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു സ്ക്രീൻ പ്ലേ ആയിട്ട് തോന്നി. ടെക്നിക്കലി ഈ പടം നല്ലതാണ് എന്ന് തോന്നുമെങ്കിലും ഒരു ആത്മാവില്ലാത്ത പടം പോലെ ആണ് എനിക്ക് അനുഭവപ്പെട്ടത്. പക്ഷെ ഇതിൽ എടുത്ത് പറയേണ്ട ഒരു ക്യാരക്ടറുണ്ട്, കൊമ്പൻ.
കൊമ്പൻ ബാബു ചെയ്തിരിക്കുന്നത് ശിവജിത്താണ്. ആ ക്യാരക്ടർ വളരെ നല്ലപോലെ എഴുതിയിട്ടുണ്ട്, വളരെ നല്ലപോലെ പ്രസൻറ്റ് ചെയ്തിട്ടുമുണ്ട്. ഒരുപക്ഷെ ജോജു ജോർജിന് ചെയ്യാമായിരുന്ന കഥാപാത്രമായിട്ട് തോന്നി, പക്ഷേ എന്തുകൊണ്ടാണ് ശിവജിത്തിനെ എടുത്തതെന്ന് നമുക്ക് മനസ്സിലാക്കാം. വളരെ വളരെ നല്ലപോലെ എഴുതിയൊരു കഥാപാത്രമായിട്ടും തോന്നി. വളരെ നല്ലപോലെ ഒരു ബീസ്റ്റ് എന്ന രീതിയിൽ തന്നെയാണ് കഥാപാത്രത്തെ എഴുതിയിരിക്കുന്നതും അവതരിപ്പിച്ചിരിക്കുന്നതും ശിവജിത്ത്. അതൊരു ഭയങ്കര ഒരു ഫിയേഴ്സ് ആയിട്ടുള്ള ക്യാരക്ടറായിട്ട് തോന്നി. ഭയങ്കര പേടിപ്പിക്കുന്ന രീതിയിലുള്ള അഭിനയവും മാനറിസംസും ഒക്കെ ആയിരുന്നു ശിവജിത്തിൻ്റെത്. അത് എനിക്ക് വളരെ നല്ലൊരു ഇഷ്ടപ്പെട്ടു. കൊള്ളാം, ശിവജിത്തിൻ്റെ അഭിനയം എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം ശരീരം കൊണ്ട് ഉള്ള അഭിനയമാണ്, അതായത് ഫേഷ്യൽ എക്സ്പ്രഷൻസ് കൊണ്ടുള്ള അഭിനയത്തെക്കാൾ പുള്ളിയുടെ ആ ശരീരം കൊണ്ടുള്ള അഭിനയം എനിക്ക് വളരെ വളരെ ഇമ്പ്രസീവായിട്ട് തോന്നി. പക്ഷേ മൊത്തത്തിൽ പടം നോക്കുവാണെങ്കിൽ ഞാൻ പ്രതീക്ഷ അത്രയും വന്നില്ല. അത് മാത്രമല്ല, അനാവശ്യമായ കോംപ്ലിക്കേഷൻസും അനാവശ്യമായ കൺവല്യൂഷൻസും പിന്നെ ഈ മെയിൻലി ഓവർ കുക്ക്ഡ്, അതായത് ഓവർ ഡൺ ആയിട്ടുള്ള ഒരു മീൽ പോലെ തോന്നി. 2 stars out of 5 for Pravin Kudishap. Thanks for watching. Bye.